70 points. The Squad with 46 points. TGA with 39 point. Outlaw നല്ലൊരു കംബാക്ക് ഫ്രം OG 21 പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. വള്ളി ടീം വിത്ത് 17 പോയിന്റ്സ്. ചോട്ട മുംബൈ 15. DRS വിത്ത് 12 പോയിന്റ്. സ്റ്റിൽ 9, 10, 11 നിൽക്കുന്ന എല്ലാവർക്കും വള്ളി ടീംസിനെ ചോട്ട മുംബൈയെ മറികടന്ന് 6, 7, 8 സ്ഥാനത്ത് വരാൻ സ്റ്റിൽ ഒരൊറ്റ മാച്ച് കൊണ്ട് സാധിക്കും. ഈ സിംഗിൾ മാച്ച് നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നല്ലതായിട്ട് പൊസിഷനും കില്ലും എടുത്ത് നിങ്ങൾക്ക് ഇനിയും ടോപ്പ് 8 വരാനുള്ള ചാൻസ് ഉണ്ട്. ആര് വേണേ വരാം ടോപ്പ് 8. നമുക്ക് നോക്കാം. ആൻഡ് ഫൈനൽ മാച്ച് ഓഫ് ദ ഡേ, ലെറ്റ്സ് ഗോ. എറാങ്കൽ ലാസ്റ്റ് മാപ്പാണ് ബ്രോ. ഇതിന് ഗെയിം സൗണ്ട് ഇല്ല. അത് മാപ്പ് സ്പെക്ക് ചെയ്യുന്നോണ്ടാണോ? ഓക്കെ. സോ ലെറ്റ്സ് ഗോ. ദ ഫൈനൽ മാച്ച്. ഡെഞ്ചാർ ഈ വട്ടം പ്രിമോസ്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഡെഞ്ചാർ ഫസ്റ്റ് ഫൈറ്റ് VNB വേഴ്സസ് KVP വേഴ്സസ് VNB. അവിടെ VNB 2 ഇടിച്ചു കൊല്ലാനുള്ള ശ്രമമെന്ന് തോന്നുന്നു. ഇടിച്ചു പോന്നിരിക്കുന്നു VNB KVP-നെ. VNB 2 കിൽസ് അവിടെ സെക്യൂർ ചെയ്തു. 2 കിൽസ് അവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നു VNB. KVP-ക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ആൻഡ് KVP-യുടെ അടുത്ത പ്ലെയറിനെ കൂടി ഫിനിഷ് ചെയ്യുന്നു. KVP-ക്ക് 2 പ്ലേയേഴ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളെന്ന് തോന്നുന്നു. VNB അവിടെ 2 കിൽ പോയിന്റ് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വള്ളി KVP-യിൽ 1 പ്ലെയർ മാത്രം. 3 പേരും വലുതായി. 3 പേരും നാളെ അപ്പം ഹിറ്റി അപ്പാവുന്ന ദിവസം KVP വേഴ്സസ് VNB ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കാണണം. അവിടെ പോയി ഒരു കൈ വെച്ചിടിയാണ് നമ്മൾ അവിടെ കണ്ടത്. ഇല്ല അത് കുഴപ്പമില്ല കൊച്ചു. ഞാൻ അത് വെച്ചോളാം. ഞാൻ അത് ഇന്ന് ധൃതി ആയതുകൊണ്ട് നാളത്തെ ലൈവിൽ എല്ലാം സെറ്റ് ചെയ്യാം. ഇന്ന് ധൃതി ആയതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഫിസ്റ്റിംഗ് എവറിത്തിങ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഗെയിമിന് പുറത്തേക്ക് നമ്മളൊന്നും ട്രാക്ക് ചെയ്യണ്ട. എല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം ആണ്. ഫിസ്റ്റിംഗ് അലൗഡ് അല്ലാന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പ്ലേയേഴ്സിന് എങ്ങനെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ ഒരു റൂൾ ഇതിനകത്ത് വെച്ചിട്ടില്ല. സോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. നമുക്ക് നോക്കാം. ആൻഡ് എല്ലാ ടീമിൻ്റെ ഇതിനകത്ത് കുറെ ടോപ്പ് 8, 6, 7, 8, 9, 10, 11, 12 നിൽക്കുന്ന ടീംസുകളുടെ എല്ലാം ക്രൂഷ്യൽ മാച്ചാണ്. ഈ മാച്ച് അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ദ ഫൈനൽ പോയിന്റ് ടേബിൾ ഓഫ് ഡേ 1 വരാൻ പോണത്. സോ സ്റ്റിൽ താഴെ നിൽക്കുന്ന ടീംസിന് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതെ, ബുള്ളറ്റിൽ ആമോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം നമുക്ക് നോക്കാം. ഡെഞ്ചാർ പ്രൊമോസ്കിൽ അവർക്ക് വേറെ ഫൈറ്റ് ഒന്നുമില്ല. അവർക്ക് ഒരു എൻറ്റയർ കോമ്പൗണ്ട് നല്ല രീതിയിൽ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വള്ളി ടീംസ് നോക്കിയാൽ ജോർജ് പൂൾ ബിൽഡിംഗ് സൈഡിലാണ് വള്ളി ടീംസ് അവിടെ നിൽക്കുന്നത്. ദ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് സ്കൂളിൽ ഇറങ്ങാൻ കാണിച്ച ഗട്സ്. സ്കൂൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഒരു നല്ലൊരു ഹോട്ട് ഡ്രോപ്പാണ് PUBG PC-യിലെ. സ്കൂളിലൊക്കെ ഇറങ്ങി ലൂട്ട് ചെയ്ത് കളിക്കുന്നു ദ സ്ക്വാഡ്. സോ അവർക്കും ആക്ച്വലി സ്കൂളും അപ്പാർട്ട്മെന്റ്സും അവർക്ക് ടോട്ടലി ലൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. 4 പ്ലേയേഴ്സിന് ഇനഫായിട്ട് ലൂട്ട് എടുക്കാൻ ഈ 2 ബിൽഡിംഗ് തന്നെ ധാരാളമാണ്. ആൻഡ് ഇൻസൈഡ് ദ സോൺ നോക്കുകയാണെങ്കിൽ ദ സ്ക്വാഡും അതേപോലെ തന്നെ CM-ഉം പിന്നെ ബാക്കി 2 സ്ക്വാഡിനെ ഒന്ന് കാണിക്കുക ആരൊക്കെയാണെന്ന്. ബാക്കി 2 സ്ക്വാഡ് CM ഒരെണ്ണം, പിന്നെ അതാരാണ് ആ സ്ക്വാഡ്? അതാണ് ടീം XTയും അതുപോലെ തന്നെ ഒരു സ്ക്വാഡും കൂടിയാണ് ടീം OGയുടെ സൈഡിൽ നിന്ന് നല്ലൊരു കംബാക്കാണ് നമ്മൾ ലാസ്റ്റ് മാച്ചിൽ കണ്ടത്. സോ ഈ ഒരു മാച്ച് ഭയങ്കര ക്രൂഷ്യലാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ TBS-ഉം സോണിനകത്ത് തന്നെ ഉണ്ട്. ഒരു ടീം സോൺ ടിപ്പിൽ, ബാക്കി എല്ലാ ടീംസും സോണിന്റെ വെളിയിലാണ്. ഡെഞ്ചാർ അവരുടെ ലൂട്ടിങ് കഴിഞ്ഞ് അവരധികം ടൈം എവിടെയും വേസ്റ്റ് ചെയ്യാറില്ല. ഇനീഷ്യൽ ലൂട്ട് അവർ ആവശ്യത്തിനുള്ള ലൂട്ട് എടുക്കുന്നു. അവർ ഇനീഷ്യൽ ഫസ്റ്റ് സോണിൽ 2 ഫൈറ്റുകൾ എടുത്തതിന് ശേഷമാണ് അവർ മാക്സിമം സോണിന്റെ സെന്ററിലേക്ക് പോകാൻ നോക്കുന്നത്. സോ ഈ ഒരു ഗെയിം അവർ ബാക്ക് ടു ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ടീം ഡേ 1 ഫസ്റ്റ് പൊസിഷനിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്നത് EVX-ഉം ഡെഞ്ചാറുമാണ്. സോ EVX ആയിരിക്കുമോ ഡെഞ്ചാർ ആയിരിക്കുമോ നമുക്ക് നോക്കാം. 15 ടീംസ് ബാക്കിയുള്ളൂ. KVP എലിമിനേറ്റ് ആയോ? ഇല്ല, KVP-യിൽ ഒരു പ്ലെയർ ബാക്കിയുണ്ടല്ലോ. പിന്നെ ഏത് ടീമാണ് കയറാഞ്ഞപ്പോൾ? ഒരു ടീം കയറിയിട്ടില്ല. എടാ, ഒരു ടീം കയറിയില്ല. ഹലോ അഡ്മിൻസ്, ഒരു ടീം എനിക്ക് തോന്നുന്നു കയറിയില്ല. ബ്ലാക്ക് മാഫിയ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യണേ. മറ്റേ ടാബ് അടിച്ചൊന്ന് പ്ലേയേഴ്സിനെ എല്ലാ ടീമുകളെ ഒന്ന് കാണിച്ചാൽ. മിസ്ഡ് ഔട്ട് ടീം ബ്ലാക്ക് മാഫിയ ഉണ്ട്, KVP ഉണ്ട്, VNB ഉണ്ട്, DJR ഉണ്ട്, DRS ഉണ്ട്, EVX ഉണ്ട്, KP ഉണ്ട്, KVP ഉണ്ട്, OG ഉണ്ട്, TBS ഉണ്ട്, TGA ഉണ്ട്, ദ സ്ക്വാഡ് ഉണ്ട്, TP ഉണ്ട്, വള്ളി ടീംസ് ഉണ്ട്, XT ഉണ്ട്,
ആരാണോടാ ഇതിനകത്ത് മിസ്സായ? DX ആണെന്ന് തോന്നുന്നു. DX ഉണ്ടോ നോക്കി. DX സോ DX ആണെന്ന് തോന്നുന്നു. DX കയറിയിട്ടില്ല, DX ജോയിൻ ചെയ്തിട്ടില്ല. സോ അവരവരുടെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. DX എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഗൈസ്. മീൻസ് എ ലോട്ട്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ഒരു ഇവന്റിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ വന്ന് പെർഫോം ചെയ്തതിന് ഒരുപാട് താങ്ക് യു, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. വെരി വെൽ പ്ലേഡ്. ഇനിയും വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫൈനൽ മാച്ച് ഓഫ് ദ ഡേ എറാങ്കൽ യഷ്ന പോളിയാന സൈഡിലേക്കാണ് സെൻറ്റർ ഓഫ് ദ സോണും അതുപോലെ തന്നെ റെഡ് സോണും വന്നിരിക്കുന്നത്. ഫ്ലഫി അവിടെ KPയെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഫ്ലഫി അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ട്രിക്കി കോഡ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ട്രിക്കി കോഡ് വീടിന് മണ്ടയ്ക്ക് കയറി നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ബ്ലൈൻഡ് ട്രിബിൾ ഇവിടെ ബ്രിഡ്ജ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. KPയെ രണ്ട് സൈഡിൽ നിന്നും ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ശ്രമം. ഡെഞ്ചാർ ആദ്യത്തെ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഡെഞ്ചാർ ആദ്യത്തെ, ഞാൻ പറഞ്ഞില്ലേ ഇനിഷ്യലി അവർ പൊസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഫൈറ്റ് അവർ എപ്പോഴും ഇനിഷ്യേറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ്. സോ KP ഏത് സൈഡിലേക്കാണ്, ഡെഞ്ചാറിന്റെ സൈഡിലേക്ക് വന്ന് കയറുമെന്ന് നമുക്ക് നോക്കാം. KPക്ക് ഇവിടെ ഡെഞ്ചാറിന്റെ ഇൻഫോ ഉണ്ടോ എന്നുള്ള കാര്യവും അറിയത്തില്ല. സോ KP വരെയാണ്, ഓപ്പണിലാണ്. റിബൽ അവിടെ നല്ലൊരു പൊസിഷൻ. റിബൽ അവിടെ ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ആൾക്കാരെയും അതുപോലെ രണ്ട് സൈഡും കവർ ചെയ്യാൻ വേണ്ടി റിബൽ ഒറ്റയ്ക്ക് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ മൂന്നുപേരും അവിടെ കളിച്ചോ, ഞാൻ ഇവിടുന്ന് ഇൻഫോ എടുത്ത് തരാമെന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. ഓപ്പണിൽ ഇറങ്ങി വരുന്നു. KP ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല, ഡെഞ്ചാറിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. KP ഒരു ഫ്രീക്കിലാണ് സ്പോട്ട് ചെയ്തു. റിബൽ സ്പോട്ട് ചെയ്തു. ട്രിക്കി കോഡ് അവിടെ നല്ലൊരു നോക്കിടുന്നു. ട്രിക്കി കോഡ് വിപ്സി കുറച്ച് അഗ്രസീവായിട്ട് കയറി പോകുന്നു. ഒരു നോക്ക് ഔട്ട് 1 HP ആണ് ഈ ഒരു പ്ലെയർ. KPയിലെ പ്ലെയർ, കാലാപാനിലെ പ്ലെയർ നല്ലൊരു നെയ്ഡ് വരുന്നു. ആ നെയ്ഡിൽ വലുതായിട്ട് ട്രിക്കി അവിടെ ആദ്യത്തെ കില്ല് ഡെഞ്ചാറിന് വേണ്ടി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നു. ഫിനിഷ് ഓഫ് ചെയ്യുന്നു ട്രിക്കി അവിടെ. KPയിലെ റിഗ് ഗ്രിമ്മറിനെ ഫിനിഷ് ചെയ്യണു. ആൻഡ് വിപ്സി കെയർഫുൾ ആയിട്ട് വിപ്സി കണ്ടു. വിപ്സി ഒരു നോക്കും കൂടി ഇടുന്നു. KPയിലെ ഒരു പ്ലെയറിനെ കൂടി ഫിനിഷ് ആക്കുന്നു. രണ്ട് പ്ലേയേഴ്സ് മാത്രം ബാക്കി. ആൻഡ് ഡെഞ്ചാർ അവരുടെ അഗ്രഷൻ തുടങ്ങി. കാലാപാനിയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. കാലാപാനി കുറച്ച് സ്പ്ലിറ്റ് അപ്പ് ആയിരുന്നു ആൻഡ് അവർ സോൺ ഔട്ട് ആയി തുടങ്ങി. ഈ ഒരു ഫൈറ്റിന് വേണ്ടി ഡെഞ്ചാർ വെയിറ്റ് ചെയ്യുമോ അതോ അവർ സോണിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കാലാപാനിലെ 2 പ്ലേയേഴ്സ് മാത്രമാണ് ബാക്കി. അവർക്ക് അടുത്ത് തന്നെ റീകോളും ഉണ്ട്. ഫ്ലഫി ഇല്ല, ട്രൈങ് ടു ഹണ്ട് ഫ്ലഫി പുറയിലോട്ട് പോവാണ്. നമുക്ക് നോക്കാം. KPയിലെ 2 പ്ലേയേഴ്സ് ഓൾറെഡി ഡൗൺ ആയി. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവർ തിരിച്ച് ഈ പ്ലേയേഴ്സിനെ എടുക്കാൻ നോക്കുന്നില്ല. ഡെഞ്ചാർ നല്ലൊരു പൊസിഷന് വേണ്ടി പോവാണ്. ഡെഞ്ചാർ കേട്ടിട്ട് KMC TGA വന്നിട്ടുണ്ട് അവിടെ തേർഡ് പാർട്ടി ചെയ്യാൻ. തേർഡ് പാർട്ടി ചെയ്യാൻ വേണ്ടി KMC സ്പോട്ട് ചെയ്തു. ഒരു നോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അടിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം. കൊമ്പൻ അവിടെ ട്രിക്കി കൂടുതൽ നോക്കാക്കുന്നു. ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം കൊമ്പൻ. ഡെഞ്ചാർ വേഴ്സസ് TGA നടക്കുന്നു. KMC ഉക്കർ റോക്കി അവിടെ ഒരു ഫ്ലാങ്കിന് വേണ്ടിയുള്ള ശ്രമം. വാസ്കോ ക്ലോസ് ഇൻ ചെയ്ത് പോകുന്നു. അവിടെ വണ്ടി സ്മോക്ക് ഇട്ട് എടുക്കാനുള്ള പ്ലാൻ. ഓപ്പണിൽ പോയാൽ ചിലപ്പം വാസ്കോയ്ക്ക് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ട്രിക്കിയെ ഫിനിഷ് ചെയ്യാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. വിപ്സി അവിടെ വാസ്കോയെ എടുക്കുന്നു. എന്റെ പൊന്നോ, ഒരു പിക്സൽ ആംഗിൾ കൂടെ വിപ്സി വാസ്കോയെ ഇൻസ്റ്റന്റ് നോക്ക് ആൻഡ് ഇൻസ്റ്റന്റ് ഫിനിഷ് അവിടെ ചെയ്ത് കളയുന്നു. വിപ്സിയുടെ സൈഡിൽ നിന്ന് ഒരു കിടിലൻ ഗെയിം പ്ലേ. ഇത്രയും നാളത്തെ PUBG PCയുടെ എക്സ്പീരിയൻസും ക്ലാസും വിപ്സി കാണിക്കുന്നുണ്ട്. വിപ്സി അവിടെ ഒരു നല്ല ടാഗ് കിട്ടി വിപ്സിക്ക് കൊമ്പൻ സൈഡിൽ നിന്ന്. TGയുടെ ഒരു പ്ലെയർ ഫിനിഷ് ഓഫ് ആയി. വിപ്സി സ്റ്റിൽ നല്ല ടാഗ് കിട്ടുന്നു. കൊമ്പൻ മിക്കവാറും നോക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. കൊമ്പൻ നോക്കായില്ല. ട്രൈങ് ടു ഹീൽ ബാക്ക് കൊമ്പൻ. വിപ്സി അവിടെ 6x ഒക്കെ വെച്ച് സ്പ്രേ ചെയ്യുന്നു. കൊമ്പൻ ജസ്റ്റ് മിസ്സിന് സോണിന് നോക്കായി. സോ ഈ ഇൻഫോ എന്തായാലും ടീം ഡെഞ്ചാറിനുണ്ടാവും. അവർ ഈ ടൈംലി ആയിട്ടുള്ള അവർ ഒരു ഫൈറ്റ് എടുക്കില്ല എന്നുള്ള കാര്യം നോക്കാം. ഉക്കർ റോക്കി കറങ്ങി നല്ലൊരു ഫ്ലാങ്കിലായിരുന്നു ഇവിടെ വന്നത്. പക്ഷെ നല്ലൊരു പൊസിഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ടീമിലെ 2 മെമ്പേഴ്സ് വീണു. ബ്ലൈൻഡ് റബൽ ഓപ്പണില് ഉക്കർ റോക്കിയുടെ ഷോട്ടും സോണിൽ നോക്കായത് ഒരുമിച്ചായിരുന്നു. ഉക്കർ റോക്കിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു പിക്ക്. ബ്ലൈൻഡ് റബലിനെ അവിടെ ഫിനിഷ് ചെയ്യുന്നു. കിടിലം ഷോട്ട് ഫ്രം ഉക്കർ റോക്കി. ആ ബോഡി ഷോട്ട് കിട്ടിയതും സോണിൽ നോക്കായതും ഒരുമിച്ചായിരുന്നു. ഉക്കർ റോക്കിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു ഉക്കർ റോക്കി അവിടെ വിപ്സി അടിച്ചിട്ടിരിക്കുന്നു. 2ാമത്തെ പിക്ക് ബൈ ഉക്കർ റോക്കി.
ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഉക്കർ റോക്കിയുടെ രണ്ട് കിടിലം പിക്ക്, പറയാതിരിക്കാൻ വയ്യ. നല്ല രണ്ട് സ്നൈപ്പർ ഷോട്ട്സ് ഫ്രം ഉക്കർ റോക്കി. എല്ലാ പ്ലേയേഴ്സിന്റെയും പെർഫോമൻസ് നമുക്ക് ഈ ഒരു മാച്ചിൽ, ഈ ഒരു ടൂർണമെന്റിൽ കുറെ പേരുടെ അവരുടെ പബ്ജി ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കൂടിയായിരുന്നു ഈ ഒരു ടൂർണമെന്റ്, പറയാതിരിക്കാൻ വയ്യ. ഓരോ പ്ലേയേഴ്സിനും അപ്പാർട്ട് ഫ്രം ദ RP അവർക്ക് ഇൻഡിവിജ്വലി വേറെ ഓരോ ഗെയിംസിലുള്ള സ്കിൽസ് എക്സ്പോസും ഷോക്കേസും ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ ഈ ഒരു ടൂർണമെന്റ് മാറുന്നതിൽ നമുക്ക് സന്തോഷം. എല്ലാവരും പെർഫോം ചെയ്യുന്നു. ആൻഡ് ഇവിടെ ബാക്കിയുള്ള ടീം ദ സ്ക്വാഡൊക്കെ ഓൾറെഡി സോണിനകത്ത് നല്ലൊരു പൊസിഷൻ എടുത്തു. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ വള്ളി ടീംസ് നല്ലൊരു റൊട്ടേഷൻ എടുത്ത് യഷ്നപോളിയ സൈഡ് വഴി സോണിനകത്തോട്ട് കയറാനുള്ള ശ്രമം നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. കാരണം ബ്രിഡ്ജ് വഴി നേരെ യഷ്നയിലോട്ട് എൻ്റർ ചെയ്യാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വഴി എൻ്റർ ചെയ്യുക. എല്ലാ ടീമും സെൻസിബിൾ ആയിട്ട് തന്നെ കളിക്കുന്നു, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് റിബലിനെ അവിടെ റീകോൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഡെഞ്ചാറിനുണ്ട്. സോ ഡെഞ്ചാറിന് പ്രഷർ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. EVX നോക്കുകയാണെങ്കിൽ വീണ്ടും അവരെ ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ഗെയിം പ്ലേ ഫ്രം EVX. അവർക്കറിയാം അവർ ടോപ്പ് ഓഫ് ദ ടേബിളാണ്. ആൻഡ് ഡിപ്സി ട്രിക്കി ഒന്നും വിടാനുള്ള ഒരു ശ്രമവും ഇല്ല. അവരൊരു റീകോളിന് വേണ്ടി പോയതാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ 6x വെച്ച് KMC നിക്കിയൊക്കെ ബിപ്സി അടിച്ച് തല പൊട്ടിക്കണ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഉക്കർ റോക്കി സ്റ്റിൽ ഇവിടോട്ട് എത്തിയിട്ടുണ്ട്. അവര് ഫ്ലഫി 1 HP, ഫ്ലഫി മിക്കവാറും ഇപ്പൊ നോക്കാവും. ഫ്ലഫി സോണിൽ നോക്കായിട്ടുണ്ട്. ഫ്ലഫി സോണിൽ നോക്കായി. ഒരു 2v3 സിറ്റുവേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഫ്ലഫിയെ പ്രസ് ചെയ്യാൻ വേണ്ടി ട്രിക്കി കോഡ് തിരിച്ചു വരുന്നു. ഈ ഒരു സമയത്ത് TGയെ കോമ്പൗണ്ടിലേക്ക് പുഷ് ചെയ്ത് വന്ന് ഒരു ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിപ്സി നല്ലൊരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്യുന്നു. വിപ്സി അവിടെ ഒരു ഹീൽ ബാറ്റിൽ ചെയ്യാനാണ്. ആൻഡ് ഉക്കർ റോക്കി ടൈംലി അവിടെ TGയെ നല്ല സെൻസിബിൾ ഗെയിം. TGയെ ആ സ്മോക്കിനകത്തോട് അടിക്കുന്നു. ഒരു ബുള്ളറ്റൂടെ വേണേ കണക്ട് ചെയ്താൽ കൊമ്പന്. സോ കോസില് എന്റെ പൊന്നോ, വിപ്സി അവിടെ ഒരു പിക്ക് കൂടെ എടുക്കുന്നു. വിപ്സി അവിടെ ഒരു നോക്ക് എടുത്തു. ആൻഡ് EVX അവിടെ 2 പിക്ക് എടുക്കുന്നു. OGയിലെ ഒരു പ്ലെയറിനെയും BMലെ പ്ലെയറിനെയും. ഫ്ലഫി സോൺ ഔട്ടിൽ വീണ്ടും നോക്കാവുന്നു. ഓ നെയ്ഡ്, എന്റെ പൊന്നോ, നെയ്ഡ്. TGയെ എലിമിനേറ്റഡ്. ട്രിക്കി ഗോഡിന്റെ ഗോഡ് മൊമെന്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. TGയെ അവിടെ എലിമിനേറ്റ് ആയി. ആൻഡ് വിപ്സിയുടെ സൈഡിൽ നിന്ന് ഒരു ഇമോട്ടാണ് അവിടെ വന്നേക്കുന്നത്. വിപ്സിയുടെ സൈഡിൽ നിന്ന് ഒരു ഇമോട്ട് TGയ്ക്ക് വേണ്ടി ഇന്നാ പിടിച്ചോടാ, നീയൊക്കെ എങ്ങോട്ടാ കയറി വന്നതെന്നുള്ള രീതിയിൽ വിപ്സിയുടെ ഒരു ഇമോട്ടാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഡെഞ്ചാർ തിരിച്ചു വന്നിരിക്കുന്നു ഗെയിമിലേക്ക്. ഇനി റിബലിനെ അവർക്ക് ഈസി ആയിട്ട് റീകോൾ ചെയ്യാം. നല്ലൊരു പുഷ് ഫ്രം TGയെ, നല്ലൊരു ഫൈറ്റ് ഫ്രം ഡെഞ്ചാർ, പറയാതിരിക്കാൻ. DRS അവിടെ KVPയിൽ ഒരു പ്ലെയറിനെ നോക്കിയിടുന്നു. ആൻഡ് ഏകദേശം എനിക്ക് തോന്നുന്നു TGയ്ക്ക് ഡിസപ്പോയിന്റഡ് ആവേണ്ട ആവശ്യമില്ല. TGയെ ക്വാളിഫൈഡ് ആണ് എന്ന് തോന്നുന്നു. TGയ്ക്ക് ഡിസപ്പോയിന്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ EVX സെക്യൂറിംഗ് 4 kills. OGയെ അവിടെ വൈപ്പ് ചെയ്ത് വിടുന്നു. അല്ല, OGയെ ഒരു പ്ലെയർ മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. ഒരു പ്ലെയർ മാത്രം ബാക്കി OGക്ക്. EVX ചാടി ഇറങ്ങി അടിക്കുന്നു. ആ കില്ല് മിക്കവാറും സെക്യൂർ ചെയ്തു. ഇല്ല, ചെയ്തിട്ടില്ല. എന്റെ പൊന്നോ, ടീമിന്റെ കവർ എന്നൊക്കെ പറയുന്നതാണ്. എന്ത് ചെയ്തിട്ടാണേലും ടീമിനെ ഫിനിഷ് ഓഫ് ആക്കാൻ സമ്മതിക്കത്തില്ല. EVXന്റെ സൈഡിൽ നിന്നുള്ള കോർഡിനേഷൻ നിങ്ങൾ കാണണം ഗൈസ്. ആ പ്ലെയറിനെ ഫിനിഷ് ആക്കാൻ EVX സമ്മതിച്ചില്ല. ഒരു ഇൻസ്റ്റന്റ് റിവൈവ് അവിടെ. EVX എന്ത് സെൻസിബിൾ ആയിട്ട്, എന്ത് ടീം വർക്ക് ആയിട്ടാണ് അവർ കളിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ ആ ടീം മെമ്പറിനെ ഫിനിഷ് ആക്കാനുള്ള ഒരു ചാൻസ് പോലും അവിടെ കൊടുത്തില്ല. ആ 2 പേര് കറക്റ്റ് സമയത്ത് പുഷ് ചെയ്യുന്നു. ഒരാൾ റസ് ചെയ്യാൻ നിൽക്കുന്നു. വെൽ എക്സിക്യൂട്ടഡ്, ഒരു രക്ഷയില്ലാത്ത കളി ഫ്രം EVX. ആൻഡ് DRS അവിടെ ഫൈറ്റ് നടക്കുന്നു. DRS വേഴ്സസ് ബ്ലാക്ക് മാഫിയയുടെ ലാസ്റ്റ് മാൻ. ബ്ലാക്ക് മാഫിയ അവിടെ DRS വൈപ്പ് ചെയ്യുന്നു. DRS സെക്യൂറിംഗ് 4 kills. വൈ ഇമോട്ട്? ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഉറപ്പായിട്ടും ബ്രോ, ഗെയിമിനകത്തുള്ള ഒരു സാധനമാണ് ഇമോട്ട്. ഗെയിമിനകത്തുള്ള ഗെയിമിന് വെളിയിലുള്ള എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈവൻ പ്രൊഫഷണൽ ലീഗിൽ പോലും ഇമോട്ട്സ് അലൗഡ് ആണ്, മീലി വെപ്പൺസ് അലൗഡ് ആണ്, എല്ലാം ഫിസ്റ്റിംഗ് അലൗഡ് ആണ്, എല്ലാം അലൗഡ് ആണ്. പിന്നെയാണ് നമ്മൾ നടത്തുന്ന ടൂർണമെന്റിനകത്ത് ഫിസ്റ്റിംഗ് ഇമോട്ടും പറ്റില്ല എന്ന് പറയുന്നത്. TV മെമ്പേഴ്സിന് ഇമോട്ട് ഇടുന്നത് ലൈക്ക് ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. നിങ്ങൾ ഇന്റർനാഷണൽസ് ഒന്നും കാണാറില്ല. പാർട്ട് ഓഫ് ദ ഗെയിം ആണ് ഇമോട്ട്. ഇമോട്ടിന് എങ്ങും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. കോച്ച്, ഇമോട്ടിന് റെസ്ട്രിക്ഷൻ ഉണ്ടോ കോച്ച്? ഇല്ല. പാർട്ട് ഓഫ് ദ ഗെയിം ബ്രദർ, പാർട്ട് ഓഫ് ദ ഗെയിം. അത് TVക്കെതിരെ നാളെ ഇട്ടാലും ആസ് എ കാസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഇങ്ങനെ തന്നെ പറയുള്ളൂ. മനസ്സിലായോ?
ട്വിസ്റ്റിംഗ് അത് ഞാൻ അങ്ങനെ ഒരു പക്ഷഭേദം ഇതുവരെ കമന്ററിയിൽ കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ കൊടുക്കത്തുള്ളൂ. അത് ജസ്റ്റ് ഒരു ഇമോട്ടാണ്, അത് അങ്ങനെ തന്നെ വരുന്നത്. ഈ ഇമോട്ടൊക്കെ ഇടുന്നത് റേജ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടി തന്നെയാണ്, മനസ്സിലായോ? ഓക്കെ, ഒരു പഞ്ചിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ബാക്ക് ടു ദ ഗെയിം ഗൈസ്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട, നമ്മൾ റൂൾസ് ഓൾറെഡി പറഞ്ഞതാണ്. ആ റൂൾസിന് വെളിയിലുള്ള സാധനം ബ്രേക്കർ. റിബലിനെ റീകോൾ ചെയ്തിട്ടുണ്ട് ഡെഞ്ചാർ റിബലിനെയും റീകോൾ ചെയ്യുന്നു. ആൻഡ് 6 കില്ല് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് അവർ എൻറ്ററിങ് ദ സോൺ. അവരുടെ IGL തിരിച്ചു വരുന്നുണ്ട്. സോ ടീമിനെ ഫസ്റ്റിലേക്ക് എത്തിക്കാൻ ബ്ലൈൻഡ് റെബൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ആ കോമ്പൗണ്ട് കൂടെ ഡെഞ്ചാർ പോയി പിടിച്ചു കഴിഞ്ഞാൽ അതൊരു റിബലിനും ഒരു ഓപ്പണിംഗ് ആയിരിക്കും. ഫൈനൽ സോണിലെ കോമ്പൗണ്ട് ഡെഞ്ചാർ ആദ്യമേ പോയി സെക്യൂർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ലിനക്സ് AMR സപ്രസർ, SR DMRന്റെ സ്നൈപ്പർ റൈഫിലിന്റെ സപ്രസർ, മിലിറ്ററി വെസ്റ്റ് ലെവൽ 3, ഹെൽമെറ്റ് ലെവൽ 3, ജാമർ പാക്ക് ലെവൽ 3 ആൻഡ് മെഡ് കിറ്റ്, ഒരു മെഡ് കിറ്റും കൂടെ വരുന്നുണ്ട്. ആൻഡ് സാവേജ് എൻട്രിങ് ദ സോൺ. അവർ ഓൾറെഡി സോണിൽ എൻ്റർ ആണ്. അവർ കോർണർ പിടിച്ച് കളിക്കുകയാണ്. അവർ നല്ലൊരു പൊസിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നു. എക്യുപ്പൈ ചെയ്യാത്ത ബിൽഡിങ്ങുകൾ തപ്പി നടക്കുകയാണ്. ഓക്കെ, KVP സെന്റർ ഓഫ് ദ സോൺ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. CVM ആണെന്ന് തോന്നുന്നു സെന്റർ ഓഫ് ദ സോൺ എടുത്ത്. ഡെഞ്ചാർ അവിടെ എത്തി. ബ്ലൈൻഡ് റബലും അവിടെ തന്നെ വേണ്ടിട്ടുണ്ട്. എഗെയിൻ ഒരു ദ സ്ക്വാഡ് വേഴ്സസ് ഡെഞ്ചാർ. റിബലിനെ സ്പോട്ട് ചെയ്തു, പറന്നിറങ്ങുന്ന കണ്ടു. അവര് നേരെ കോമ്പൗണ്ട് പുഷ് ചെയ്യാൻ. രണ്ടുപേര് നോക്കായി. ആ കോമ്പൗണ്ടിൽ അതൊരു വലിയ മണ്ടത്തരമാണ് TVയുടെ സൈഡിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. മാഡി അവിടെ ഫിനിഷായി. മന്ദാരം അവിടെ ഫിനിഷ് ആവുന്നു. ഫ്ലഫി അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. റിക്കി ഗോഡ് അവിടെ നോക്കാണ്. സാവേജും സ്നൈപ്പും മാത്രം ബാക്കി. റിബൽ റിക്കി ഗോഡിനെ അവിടെ റെസ്റ്റ് ചെയ്തിട്ടില്ല. റിക്കി ഗോഡിനെ EVX പുറകിൽ അടിക്കുന്നു. EVX വേഴ്സസ് ഡെഞ്ചാറും കൂടി ആവുന്നു. ഡെഞ്ചാറിന് ഒരു തേർഡ് പാർട്ടി 2 സൈഡിൽ നിന്നും ഫൈറ്റ് വരുന്നുണ്ട്. സോ വിപ്സി 5 കില്ല് സെക്യൂർ ചെയ്യുന്നു. വിപ്സി ഡെഞ്ചാറിലെ ഒരാളെ കൂടി ഫിനിഷ് ചെയ്ത് 5 കില്ല്, അല്ല ദ സ്ക്വാഡിലെ ഒരാളോടെ ഫിനിഷ് ചെയ്ത് വിപ്സി 5 കില്ല് സെക്യൂർ ചെയ്യുന്നു. ക്ലാസ് പെർഫോമൻസ് ഫ്രം ഡെഞ്ചാർ. ആൻഡ് സ്നൈപ്പിന്റെ കയ്യിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്നൈപ്പിന്റെ കയ്യിൽ P90 ഒക്കെ ഉണ്ട്. സ്റ്റിൽ അവർക്ക് ഈ കളി കിൽസ് ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. 12 ടീമും 40 പേര് എലൈവ്. 12 പേരും 40 പേരാണ് ഈ സോണിൽ എലൈവ് ആയിട്ടുള്ളത്. സോൺ ഒന്ന് ജസ്റ്റ് കാണിക്കണം. സോൺ ഒന്ന് ഫൈനൽ സർക്കിൾ ഒന്ന് കാണിക്കണേ. 40 പേരാണ് ഈ സർക്കിളിൽ എലൈവ് ആയിട്ടുള്ളത്. വള്ളി ടീംസ് ഒക്കെ 4 പേരായിട്ട് എലൈവ് ആയിട്ട് നിൽക്കുന്നു. എന്റെ പൊന്നോ, ക്വാളിറ്റി മാച്ചസ് പറയാതിരിക്കാൻ വയ്യ. ക്വാളിറ്റി മാച്ചസ്. അവിടെ TPA ഭയങ്കര ഓപ്പണിലായി പോയി. ആൻഡ് DRS ട്രൈങ് ടു ഗെറ്റ് എ പിക്ക്. ഒരു നോക്ക്. DRS അവിടെ TPL ഒരു പിക്ക് എടുക്കുന്നു. DRSന് പുറകിൽ അടി വരുന്നു. EVX അവിടെ DRSനെ നോക്കാക്കുന്നു. EVX കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി വരുന്നു. EVX 2 പിക്ക് എടുക്കുന്നു. മൂന്നാമത്തെ പിക്ക് 1 HP, 2 HP മാത്രമാണ്. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഒരാളെ മാത്രം ബാക്കി. EVX അടിച്ചു ഉറക്കുന്നു. TPA കറക്റ്റ് സമയത്ത് അവിടെ ഒരു നോക്ക് എടുക്കുന്നു. EVXൽ 2 പ്ലെയർ EVX അവിടെ വീണിട്ടുണ്ട്. 2 പ്ലെയർ EVXൽ വീണു. EVXന്റെ സൈഡിൽ നല്ലൊരു ഫിഷ്. ചോട്ടാ മുംബൈ TM നല്ലൊരു നോക്ക്. അടുത്ത നോക്ക്. TMലെ ലാസ്റ്റ് TM ഒരു രക്ഷയില്ലാത്ത കളി. ചോട്ടാ മുംബൈ അവിടെ എക്സ്ട്രീമിനെ അടിച്ച് ഫിനിഷ് ചെയ്ത്. എന്തൊക്കെയാ സംഭവിക്കുന്ന കൈസ്? എന്താ അടിക്കണേ എല്ലാരും. ഒരാളിവിടെ ഇപ്പോഴും കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയും അടക്കാനുള്ളത്? അത് സ്വന്തം ടീമിനെയാണോ ഓപ്പോസിറ്റ് ടീമിനാണോ എന്നുള്ള ചോദ്യം നമുക്ക് ഇനിയും മുന്നിൽ ബാക്കിയാണ്. 9 ടീം 29 പേര് വിലയും. ഡൈനാമിക്സ് എക്സ് അവിടെ EVX ക്ലൗൺ നോവാറിനെ ഒരു പിക്കും കൂടെ എടുക്കുന്നു. EVXലെ ബാക്കി 3 പ്ലേയേഴ്സും വിലയുമാണ്. അവിടെ ഒരു പിക്ക് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ കണ്ടില്ല. കേറി വന്ന് അടിച്ചു. എന്റെ പൊന്നോ, യാമി ജൂനിയർ പറയാതിരിക്കാൻ വയ്യ ഗൈസ്. കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് യാമിയുടെ കയ്യിൽ നിന്ന്. ഈ 6ന്റെ 8ാമത്തെ കില്ലാണ് യാമി ഇവിടെ കൺഫേം ചെയ്യാൻ പോണത്. 7 കില്ല്
EVX again with 10 kills. ടീം മെമ്പറിനെയും ബാക്ക് ടു 4 മെമ്പേഴ്സായി അവർ 4 പേരും അവരുടെ കോർഡിനേഷനും ഗൺ പവറും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. TPA ഇപ്പോഴും വെളിയിൽ നിന്ന് സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെൻജാറിനെ വള്ളി ടീം അടിക്കുന്നു. റിക്കി ഗോഡ് ജർമ്മൻ കണ്ണാപ്പി അടിച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് റിബലിനെ അടിച്ചു ഫിനിഷ് ചെയ്തു. ഫയർ ഫ്ലാങ്ക് അവിടെ ബ്ലൈൻഡ് റിബലിനെ അടിച്ചു ഫിനിഷ് ചെയ്യുന്നു. ജർമ്മൻ കണ്ണാപ്പി അവിടെ നോക്കായിട്ടുണ്ട്. സോ അവർക്ക് സോണിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. ബ്ലൈൻഡ് റിബൽ അഗൈൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഡെൻജാറില് ബ്ലൈൻഡ് റിബൽ ഫിനിഷ് ആയി. ഡെൻജാർ വിത്ത് 8 kills. ആൻഡ് ഡെൻജാർ അവിടെ വള്ളി ടീംസിനെ മാക്സിമം അടിക്കാനുള്ള പരിപാടിയാണ്. അവർ വണ്ടിക്കകത്ത് കയറുന്നു. അവിടുന്ന് വണ്ടി എടുത്ത് പോകാനുള്ള ശ്രമമാണ്. EVXൽ ഒരു പ്ലെയർ TPA അടിച്ചിരുന്നു. ബോബോയും കണ്ണാപ്പി മാത്രം. കണ്ണാപ്പി അവിടെ ഫോർമാൻ വീണ്ടും വള്ളി സ്കോഡ്. യാമിസിക്കൽ സീൻസ് എനിക്ക് ആരും അറിഞ്ഞൂടാ അതാണ് ചോദിച്ചത്. കിടിലൻ പെർഫോമൻസ് ആരാണെങ്കിലും നമുക്ക് അങ്ങനെ RP പ്ലെയർ എന്നൊന്നും ഇല്ല. ആരാണെങ്കിലും സീൻസുര ആണെങ്കിലും ഇനി യാമി ആണെങ്കിലും കിടിലൻ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. EVX 11 kills സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒന്നാമത്തെ പൊസിഷൻ അവർ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് തന്നെ നിൽക്കുകയാണ് EVX. ക്വാളിഫയേഴ്സ് ആണെങ്കിൽ പോലും ടോപ്പ് ഓഫ് ദ ടേബിളിലെ ഞങ്ങൾ തീർക്കുന്നുള്ളൂ എന്ന് ശബ്ദം എടുത്ത് തന്നെ കളിക്കുന്നു. EVX ഒരാളെ നോക്കിടുന്നു. 2 കില്ല് സെക്യൂർ ചെയ്ത് ടീം ദ സ്ക്വാഡ് വീണ്ടും 2 പിക്ക് എടുക്കുന്നു. കണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കില്ല് സാവേജ് സെക്യൂർ ചെയ്യുന്നു. എല്ലാവരും കിടില. 7 ടീമും 20 പ്ലേയേഴ്സും ഈ ലാസ്റ്റ് സോണില് 7 പ്ലേയേഴ്സും 20 മെമ്പേഴ്സാണ് ബാക്കി. 7 ടീമും 20 മെമ്പേഴ്സുമാണ് ബാക്കി. നോക്കാം ഇത് എങ്ങോട്ടാണ് പോണതെന്ന് മനസ്സിലാവുള്ള. വള്ളി ടീംസ് അവരുടെ പോയിന്റില് അവർക്ക് ടോപ്പ് 8 തന്നെ ഫിനിഷ് ചെയ്യണമെന്ന് വള്ളി ടീംസിന് ഒരു വാശിയായി തുടങ്ങി. അവരും അതും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. നാളത്തെ മാച്ച് ഇതിലും കടുക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം നാളെ ഒരുപാട് നല്ല സ്കോഡ്സ് നാളെ കളിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് കോച്ചിന്റെ ടീം അടക്കം KVയുടെ ലൈനപ്പുകൾ അടക്കം നാളെ വരുന്നുണ്ട്. അവരും തമ്മിലുള്ള ഫൈനൽ അതൊരു ബാറ്റിലായിരിക്കും. EVX, ദ സ്ക്വാഡ്, ഡെൻജാർ നാളത്തെ ക്വാളിഫൈ ആവുന്നവര് പറയാതിരിക്കാൻ വയ്യ. ഈ ടൂർണമെന്റ് നമ്മൾ നോക്കും. ലെറ്റ്സ് ഗോ. യാമി അവിടെ നല്ല ടാഗ് കൊടുത്തു. അടുത്ത ടാഗ് 1 ടാപ്പ് സിദ്ധു അവിടെ നോക്കിട്ടു. ജർമ്മൻ കണ്ണാപ്പിയാണ് അവിടെ നോക്കായത്. EVS അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്തെടുക്കാൻ തന്നെയാണ് പ്ലാൻ. 3v4 സിറ്റുവേഷൻ. EVX വേഴ്സസ് TVA. വള്ളി ടീം ഫയർ ഫ്ലാഗ് അവിടെ നോക്കായി. PM അവിടെ സാവഞ്ചിനെ സ്നൈപ്പിനെ ഫിനിഷ് ചെയ്തു. ദ സ്കോഡ് എലിമിനേറ്റ് ആയിട്ടുണ്ട്. PM ആണ് അവരെ എലിമിനേറ്റ് ചെയ്തത്. അഗ്രഷൻ ലാസ്റ്റ് മാൻ. ഡീമൻ മാത്രം ബാക്കി. 1 HP. ഡീമൻ മാത്രം ബാക്കി. ഡീമിനെ നോക്കി തന്നെ നിൽക്കുകയാണ് അവര്. 3 പേര്. കണ്ടില്ല. ടീമിനെ ഫിനിഷ് ഓഫ് ചെയ്തു. വള്ളി ടീമിനെ അവിടെ എലിമിനേറ്റ് ചെയ്തു. EVX ഡോമിനേറ്റിംഗ് എന്ന് തന്നെ പറയണം. 5 ടീമും 14 പേരും ബാക്കി. വള്ളി ടീംസിനെ അവിടെ എലിമിനേറ്റ് ചെയ്തു EVX. ഡെൻജാർ ഇവിടെ നോക്കുകയാണെങ്കിൽ 8 കില്ലായിട്ട് അവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. EVX വിത്ത് ഡെൻജാർ വിത്ത് 8 kills. അതുപോലെ ഡെൻജാർ വേഴ്സസ് VNV ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 5 ടീമും 14 പ്ലേയേഴ്സും ബാക്കി. എന്റെ പൊന്നു ഒരു ജസ്റ്റ് മിസ്. അവിടെ VNVക്ക് ഒരു പ്ലെയറിനെ ഡിസ്കണക്ട് ആയി നഷ്ടമായി പോയി. SM ജൂൺ എന്ന് പറയുമ്പോൾ ഇതൊരു 2 vs 3 സിറ്റുവേഷൻ ആണ്. ഡെൻജാറിന് ഈസി ആയിട്ട് 2 കില്ല് ഇവിടെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. പക്ഷേ പ്ലെയർ ഡിസ്കണക്റ്റഡ് ആണെന്നുള്ള കാര്യം ഡെൻജാറിന് അറിയത്തില്ല. സോ സോൺ വന്നു. ദേ ഹാവ് ടു മൂവ് ഇൻ ടു ദ സോൺ. ഫൈനൽ സർക്കിളിന്റെ ഡാമേജ് അത്രയ്ക്കാണ്. സോ ഫ്ലഫി അവിടെ ഒരു കില്ലെടുക്കാൻ വേണ്ടി ശ്രമം. നല്ല സോൺ ഡാമേജ് എടുക്കുന്നു. അതൊരു മണ്ടത്തരമാണ് കാണിച്ചത്. ഫ്ലഫി അവിടെ അടുത്തൊരു നോക്ക് കൂടെ. VNVയുടെ അവസാനത്തെ പ്ലെയർ ഡിസ്കണക്റ്റഡ് ആണ്. സോ ഡെൻജാർ ഗെറ്റിംഗ് അനദർ കിൽ. വിപ്സിയെ അവിടുന്ന് CM അടിച്ചിടുന്നു. വിപ്സിയെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഫ്ലഫി അവിടെ VNVയിൽ ഒരു പിക്കും കൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. 5 ടീമും 11 പേരും അലൈവ്. 5 ടീമും 11 പേരും. ട്രിക്കി ഒരു പൊസിഷൻ പിടിച്ചതുകൊണ്ട് CM 7 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. VNV എലിമിനേറ്റ് ആയിട്ടുണ്ട്. EVX versus CM versus Denjar versus TPA. The final zone of the first day.
ഫൈനൽ മാച്ചിലെ ഫൈനൽ സോൺ ആണ്. EVX സ്റ്റിൽ 4-man അലൈവ് ആയിട്ട് കളിക്കുന്നു. TM രണ്ടുപേര് മാത്രമേ ബാക്കിയുള്ളൂ. ഡെഞ്ചാറിൽ രണ്ടുപേര്, TPL ഒരാള്, ഫ്ലഫി ആൻഡ് ട്രിക്കി മാത്രം. ഡെഞ്ചാറിന് വേണ്ടിയിട്ട് 9 കിൽസ് എടുത്ത് 2 പ്ലേയേഴ്സ് ബാക്കി. CMൽ ഒരു പ്ലെയർ നോക്കായി കിടക്കുവാണ്. CMലെ ബാക്കി 2 പേര് റിവൈവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്ത് EVX സോണിന് എൻ്റർ ചെയ്യുന്നുണ്ടിരിക്കുന്നു. EVXന്റെ ഗെയിം പ്ലേ സ്റ്റൈൽ ഒരു രക്ഷയില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് EVX കളിച്ച ശൈലി. TPL ഒരു പ്ലെയർ ഒന്നിലും ഇടപെടാതെ ലാസ്റ്റ് വേറെടുത്ത് കാണാം. കാരണം പൊസിഷൻ പോയിന്റിന്റെ വാല്യൂ TPAക്ക് അറിയാം. TPA അവിടെ ഒന്നിലും ഇടപെടാതെ അവിടെ, ഇതൊരു BRDM അല്ല, ഇത് അവിടെ കിടക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയാണ്. ആ വണ്ടി BRDM ആയി യൂസ് ചെയ്ത് TPA കളിക്കുന്നു. ആൻഡ് ഫ്ലഫിക്ക് P90 കിട്ടി. ഫ്ലഫിക്ക് അടിച്ചിടാൻ പറ്റൂല്ലോ എന്നുള്ള കാര്യമാണ്. ഫ്ലഫിയുടെ തൊട്ട് താഴെ എത്തിയിരിക്കുന്ന CMന്റെ 2 പ്ലേയേഴ്സ്. ആൻഡ് ഫ്ലഫി സ്റ്റോണിലോട്ട് പോകുന്നു. പക്ഷെ ഫ്ലഫി ഇപ്പോഴും തൊട്ട് റൈറ്റിലുള്ള CMലെ പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. സ്പോട്ട് ചെയ്തു. CM സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. TM സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഫൈനൽ സർക്കിൾ 4 vs 2 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് മാച്ച്, ഫസ്റ്റ് ഡേ, ലാസ്റ്റ് മാച്ച്, ലാസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ബാറ്റിൽ. EVX vs CM vs Denjar vs TPA. TPA 9 points ഇരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പറയാം. അത് അങ്ങനെ പറയണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് പറയാം. EVX പുഷ് ചെയ്ത് വരുന്നു. EVXന് യാമിക്ക് നല്ല ടാഗ് കിട്ടുന്നു. ട്രിക്കി കോഡാണ് നല്ല ടാഗ് കൊടുത്തത്. ട്രിക്കി കോഡ് 7 പുള്ളിയെന്നു. പക്ഷെ കണ്ടു, സ്പോട്ട് ചെയ്തു. ക്ലൗഡ് ഓവർ അവിടെ ട്രിക്കി അടിക്കുന്നു. ഫ്ലഫിയെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഫ്ലഫി മാത്രം ഡെഞ്ചാറിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മാൻ. ഡെഞ്ചാറിലെ ലാസ്റ്റ് മാൻ ഫ്ലഫി. ഇൻസ്റ്റന്റ് ആയിട്ട് ഫ്ലഫി അവിടെ EVX ട്രേഡ് ചെയ്യുന്നു. ടോപ്പ് സ്ഥാനം വിട്ടുകൊടുക്കത്തില്ല EVX എന്നാ പറയണത്. EVX എത്ര കില്ല്? EVX എത്ര കില്ല? EVXനെ ഒന്ന് 19 കില്ലായിട്ട് EVX ഡോമിനേറ്റ് ചെയ്യുക എന്ന് തന്നെ പറയണം. ഒന്നും പറയാനില്ല. 19 കില്ലായി EVXന്. സോ യാമി ജൂനിയർ EVXൽ ഒരു പ്ലെയറിനെ, CMൽ ഒരു പ്ലെയർ ജോമൻ അവിടെ നോക്കിട്ടേക്കുന്നു. 1 ടാപ്പ് സിദ്ധുവിനെ അവിടെ നോക്കാക്കുന്നുണ്ട്. ഫ്ലാഷ്ഡ് ആണ്. യൂട്ടിലിറ്റി യൂസേജിന്റെ കാര്യവും ഒന്നും പറയാനില്ല. അവിടെ ഒരു ഇൻസ്റ്റന്റ് റിവൈവ്, നല്ലൊരു സപ്പോർട്ട് നോക്കിട്ട് കൊടുക്കുന്നു. ഒരു റീലോഡ്. CMന്റെ ടോട്ട മുംബൈ അവിടെ എലിമിനേറ്റ് ചെയ്ത് EVX 21 കില്ലോട് കൂടി. ഒന്നും പറയാനില്ല. ലാസ്റ്റ് മാൻ TPAയും നന്നായിട്ട് കളിച്ചു. അത്രയും ആൾക്കാർ ചത്തിട്ടും പുള്ളി ഒറ്റയ്ക്ക് ഈ സ്കോഡിനെ #2 വരെ എത്തിച്ചു. ആൻഡ് EVX ഗോയിങ് ടു ഹണ്ട് TPA. നമുക്ക് ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം. EVX ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഡേ നിർത്താൻ പോണത്. സ്പോട്ട് ചെയ്തു. യാമി നേരെ വരുന്നു, അടിച്ചു കൊല്ലുന്നു. EVX ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് മാച്ച് ഓഫ് ദ ഡേ, EVX വിത്ത് 22 kills, EVX വിത്ത് 2599.43 damage and 11 assist. So final match EVX തൂക്കി. and TPA with #2, Chota Mumbai with #3, Denjar 9 കില്ലോട് കൂടി #4 and VNV #5, Valli team #6 with 1 kill, The Squad #7 with 3, Kalapani with 0 kills, TBS 9th position, XT 10th position, DRS 11th position, KVP 12th position, Black Mafia 13, Outlaw 14, I mean OG, TGA 15th position. ഗൈസ്, സസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലേയേഴ്സ് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ POV സബ്മിറ്റ് ചെയ്യാൻ പറയും. നമ്മൾ POV നോക്കിക്കോളാം. ഇതുവരെ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പ്ലേയേഴ്സിന് എന്തെങ്കിലും സസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബാക്ക് എൻഡിൽ ഇത് ചെക്ക് ചെയ്യും. ആൻഡ് പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ആവാൻ നമുക്കൊരു ചെറിയ ടൈം വേണം. അത് നമുക്ക് പോയിന്റ് ടേബിളൂടെ കാണിച്ചിട്ട് ലൈവ് നിർത്താം. അതായിരിക്കും നല്ലത്. ആൻഡ് താങ്ക് യു സോ മച്ച്. രാത്രി 1:38 പോലും 15,400 പേര് ഈ ടൂർണമെൻറ്റ് കാണാൻ ഇവിടെ ഈ സമയത്ത് ഇരുന്ന് നിങ്ങളോട് ആദ്യം തന്നെ താങ്ക് യു പറഞ്ഞു തുടങ്ങുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. അപ്പം ഫസ്റ്റ് ഡേ ഇതായിരുന്നു. സെക്കൻഡ് ഡേ നാളെ നമുക്കൊരു വലിയ ബാറ്റിൽ വരുന്നുണ്ട്. വലിയ ബാറ്റിൽ കുറേ ടോപ്പ് ഓഫ് ദ ടീംസ് നാളത്തെ ലോബിയിലുണ്ട്. MRC, KVA, TVA, ഒരുപാട് പേരുണ്ട്. SRR നാളെയാണോ അതോ ഇന്നാണോ? നാളെ SRR എല്ലാം നാളെ വരുന്നുണ്ട്.
So it's me Amal bro, thank you so much for the subscription bro, thank you so much. And we are waiting for the point table to update. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് നോക്കാം. പോയിന്റ് ടേബിൾ റീഫ്രഷ് ആയെങ്കിൽ ഒന്ന് പറയടാ. സോ പോയിന്റ് ടേബിൾ റീഫ്രഷ് ആയിട്ടില്ല. പോയിന്റ് ടേബിൾ റീഫ്രഷ് ആവാനുള്ള ടൈം വേണം. നമുക്ക് വേണമെങ്കിൽ മാച്ചിന്റെ 1 മുതലുള്ള സ്കോർ നോക്കാം. ഇല്ലല്ല, വരട്ടെ. മാച്ച് നമ്പർ 5 വരട്ടെ. പോസ്റ്റ് ഡിലേ ഇല്ല ഗൈസ്. നാളെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡിലേ ആഡ് ചെയ്യാം. ആഡ് ചെയ്യണോ? വാട്സപ്പ് നോക്കിയാണ്. വാട്സപ്പ് നോക്ക് പറണ്ടേ. നാളെ ഇൻഫോം ആയിട്ട് നാളെ പറ. ഓക്കെ. ഓക്കെ, നമുക്ക് ഹോസ്റ്റിന്റെ സൈഡിൽ നിന്ന് ഈ പറയണത് പോലെ സസ്സായിട്ട് തോന്നിയ ആൾക്കാരെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹാക്കും കാര്യങ്ങളും ഒന്നും അല്ല, അവർ ഇനിഷ്യൽ ഒരു ഇത് പറഞ്ഞതാണ്. അത് നമ്മൾ ഇനി PO വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നാളെ അതിൻ്റെ അപ്ഡേഷൻ നമ്മൾ പറയുന്നതായിരിക്കും. ഹോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ 2 ടീംസിൻ്റെ കാര്യം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ടീം നെയിമൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഹോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് സസ്സുള്ള ആൾക്കാരെ വിളിച്ച് POV കാണിക്കാൻ മസ്റ്റായിട്ട് പറയും. മസ്റ്റായിട്ട് പറഞ്ഞതിന് ശേഷം നാളെ നമ്മൾ അതിനൊരു ഇതുണ്ടാക്കും. അതിൽ ഞാൻ അല്ലല്ല, അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ടോപ്പിൽ നിൽക്കുന്ന ടീമൊന്നും അല്ല അത്. ടോപ്പിൽ നിൽക്കുന്ന ടീംസ് ഒന്നും അല്ല. EVX അല്ല, ഡെഞ്ചാർ അല്ല, ഡിസ്കോഡ് അല്ല, TG അല്ല, അങ്ങനത്തെ ടോപ്പിൽ നിൽക്കുന്ന ഇവരൊന്നും അല്ല. വേറെ 2 ടീംസിന്റെ കാര്യമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ 2 പേരും അല്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം, അവർ 2 പേരും അല്ല. അവർ 2 പേരും പറഞ്ഞിട്ടില്ല. കണ്ണാപ്പിയുടെ ഒരു ഫയലാണ് തൂക്കിയത്. സോ ഗൈസ്, അപ്പം നമ്മുടെ ടൂർണമെന്റിന്റെ ഫൈനലില് ജയിക്കുന്ന ആൾക്ക് ടീമിന് വേണ്ടിയിട്ട് നമുക്ക് 20,000 പെരിഫറൽസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിയോ ടോക്കിയോ ആണ്. താങ്ക് യു സോ മച്ച് നിയോ ടോക്കിയോ. ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന് താങ്ക് യു സോ മച്ച് നിയോ ടോക്കിയോ. സോ നിങ്ങൾക്ക് PC ബിൽഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിയോ ടോക്കിയോ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആൻഡ് നമുക്ക് ഫൈനൽ പോയിന്റ് ടേബിളും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഫൈനൽ പോയിന്റ് ടേബിൾ ഫൈനൽ പോയിന്റ് ടേബിൾ നമുക്ക് നോക്കാം. വെള്ളം കുടിക്കുകയോ താഴെ പോയി വെള്ളം കുടിക്കണം. ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി. இதுவரைக்கும் பிளேயர்ஸோட ஹையஸ்ட் இது காணிங்க. பிளேயர்ஸோட ஹையஸ்ட் കിൽ യാമി ജൂനിയർ മാച്ച് നമ്പർ 4 ആവുന്നത് വരെ ഞാൻ പറയണത് യാമി ജൂനിയർ വിത്ത് 20 കില്ലും, ട്രിക്കി ഗോഡ് വിത്ത് 18 കില്ലും, 1 ടാപ്പ് സിദ്ധു വിത്ത് 13, ഫ്ലഫി വിത്ത് 11, KMC വാസ്കോ വിത്ത് 10. ഒരു രക്ഷയില്ല. വാസ്കോ കിടിലം കളി, പറയാതിരിക്കാൻ വയ്യ. ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ വാസ്കോ. സത്യമായിട്ടും കിടിലം കളി എടുത്തു പറയാണ് ഞാനത്. 4DK ക്ലൗൺ ഓവർ 9 കില്ല്, മന്ദാരം വിത്ത് 9 കില്ല്, സാവേജ് വിത്ത് 9 കില്ല്, വിപ്സി വിത്ത് 9 കില്ല്, KMC കൊമ്പൻ വിത്ത് 8 കില്ല്, സ്നൈപ്പ് വിത്ത് 8 കില്ല്, റിബൽ വിത്ത് 8 കില്ല്, PLD വരുൺ വിത്ത് 7 കില്ല്, സ്പൂക്കി 6, KMC ഉക്കർ റോക്കി 6, മല്ലു സക്സി 5, CMX ഡീമൻ 5, മാഡി കിണ്ടി 5, ഇറ്റ്സ് AB5 5, സഹൽ FTW 4, ഫയർ ഫ്ലാങ്ക് 4, TG ഇൻസൈൻ 4, ഒബീറ്റോ ചിഹ 3. ഇങ്ങനെയാണ് ഗൈസ് പോയിന്റ് കിൽസ് താഴോട്ട് പോകുന്നത്. സോ ടോപ്പ് ഓഫ് ദ കിൽ ടേബിളിൽ വന്ന ആൾക്കാർക്കും കൺഗ്രാറ്റുലേഷൻസ്. യാമി ആരാ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയണമെന്ന് പറഞ്ഞ ഗൈസ്, ഇങ്ങനത്തെ ഒരു ടൂർണമെന്റിൽ നിങ്ങൾ കളിക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ ഗെയിം ഐഡന്റിറ്റി നെയിം എന്താണോ അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു പ്ലെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ എക്സ്പോഷർ കിട്ടും ഇത്രയും പേരുടെ മുമ്പിൽ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ പേരിടുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ വേറെ പേരിട്ടാലും ഓക്കെ, കളിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ പറയും. പക്ഷേ നമ്മൾ കമൻട്രിയിൽ നിങ്ങളുടെ പേരെടുത്ത് പറയുമ്പോൾ ആ ഒരു പ്ലെയർ എക്സ്പോഷർ കിട്ടും. സോ ടൂർണമെന്റിൽ നാളെ ആണെങ്കിലും ജോയിൻ ചെയ്യുന്ന പ്ലെയേഴ്സ് എല്ലാം നിങ്ങളുടെ മാറ്റാൻ പറ്റത്തില്ല. അല്ല, അത് ഗെയിമിന്റെ അകത്ത് ഇല്ല. പേര് മാറ്റണമെങ്കിൽ അത് ഗെയിമിന്റെ അകത്ത് പൈസ കൊടുത്ത് മാറ്റണം. அதல்ல ரெஜிஸ்ட்ரேஷனுக்கு கொடுத்தல்ல இப்ப பின்ன அப்புறம் பிளேயர்ஸோட இதெல்லாம் மாறும். சோ அதனால மாத்த கூடாது. ഓക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി. മാച്ച് നമ്പർ 5 ആയിട്ടില്ല ഇതുവരെ. ഇല്ല കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതൂടാക്കി നമുക്ക് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചത്തുകൂടാ. നാളെ 2 ദിവസം ഇടണ്ടേ ഇനി. സോ എന്തായാലും ലേറ്റ് ആയാലും നമ്മൾ പോയിന്റ് ടേബിളൂടെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹോസ്റ്റ് ചെയ്ത് ഇത്രയും ഇത് അടിപൊളിയായിട്ടേക്ക് വന്ന്, അപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾ റിസൾട്ട് അറിഞ്ഞിട്ട് ബുക്കോ
നാളത്തെ മാച്ച് കാണിക്കാവോ? നാളത്തെ മാച്ച് കളിക്കുന്ന ടീംസിന്റെ ലിസ്റ്റ് ഒന്ന് കാണിച്ചോടാ. അത് കാണാൻ പറ്റുമോ? സോ നാളത്തെ മാച്ച് ബ്ലാക്ക് സ്ക്വാഡ്, TDS, അൺനോണ്, ടീം അറബി എന്ന് പറയുന്നത് MRCയുടെ ഒരു സ്ക്വാഡാണ്. GNR, BCSD, 14K, SRRA, KVA, ടോക്കിയോ, TVയുടെ മെയിൻ ലൈനപ്പ്, AGA, CID, കിച്ചൺ സ്ക്വാഡ്, KVയുടെ രണ്ടാമത്തെ ലൈനപ്പ് ആൻഡ് MRCയുടെ മെയിൻ ലൈനപ്പ് CVA. നാളത്തെ മാച്ചസ് ഇതാണ്. ഹോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ നാളത്തെ ലൈവ് കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെടുത്തിയിട്ടൊക്കെ പോകത്തുള്ളൂ ബ്രോ. നമ്മൾ ഫസ്റ്റ് ഡേ